സാറേ സാറേ എന്റെ പൊന്നു സാറ് തുറക്കല്ലേ. ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞു, അവന്മാര് വരും എന്ന് പറഞ്ഞ വരുമോ? സാറൊന്ന് പോടോ. തുറക്കരുത് സാറേ, എന്റെ പൊന്നു സാറ് ചതിക്കരുത്, തുറക്കരുത്. അയ്യോ ഇന്നത്തെ കാര്യം പോക്കില്ല ഈശ്വര. എന്താ ചെയ്യാ സാറേ? എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ സാറേ. അയ്യോ എന്റെ പൊന്നു സാറേ, ഇതിനിവിടെ ഇരുത്തണ്ട. ഇത് യക്ഷിയാണിത്. ആരും നടന്നുകൊണ്ടില്ല, അപകടമാണിത്. ഇടോ ഇത് യക്ഷിയും പിശാചും ഒന്നുമല്ല. അന്ന് ഞാൻ രക്ഷപ്പെടുത്തിയ പെൺകുട്ടിയില്ലേ രമ. അയ്യോ സാറേ, അവന്മാര് വിചാരിച്ച ആരുടെ വേഷത്തിൽ വരാൻ സാധിക്കും? പറയൂ, എന്താ ഉണ്ടായത്? അവരിന്ന് എന്നെ പിടിക്കാൻ വന്നു. ഞാൻ രക്ഷപ്പെട്ടോടി. അവരെന്റെ പുറകെ ഉണ്ട്. ഇവിടെ ഇരിക്കും, ഞാൻ നോക്കിട്ട് ഇരിക്കൂ. Take it easy. Take it easy. ഇതെന്താ കുഞ്ഞ്? വീട് മുഴുവൻ ഞാനും ഭവാനിയും പരതി നോക്കി. പുറത്തേക്ക് വരുമ്പോ ഒരു വാക്കൊന്നും പറഞ്ഞിട്ട് പോകുന്നൂടെ? ഇന്നും അവര് വന്നു. ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാ. അവരിവിടെയും വന്ന് കുഴപ്പമുണ്ടാക്കി. ഞാനുമായി ഒരു ഏറ്റുമുട്ടൽ വരെയായി. അതൊക്കെ ഇരിക്കട്ടെ, കുഞ്ഞിനെ ഞാൻ ശ്രദ്ധിച്ചോളാൻ വരൂ. ഇല്ല, ഞാൻ അവിടേക്കില്ല. പിന്നെ ഞാൻ ഇവിടെ താമസിച്ചോളാം. ഒറ്റയ്ക്ക് ഇവിടെ താമസിച്ചാൽ ചേട്ടൻ ഇഷ്ടപ്പെടില്ല. ചേട്ടൻ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ശത്രുക്കൾ പുറകെ ഉള്ളപ്പോ ഈ പെൺകുട്ടി എങ്ങനെ അവിടെ കഴിയും? എന്നാ വരൂ, നമുക്ക് പോലീസിന് ഫോൺ ചെയ്യാം. വരൂ വരൂ. ഇത് കണ്ടോ? ഇതാരോ മനഃപൂർവ്വം ചെയ്തതാണല്ലോ. ഞാനൊരു കാര്യം ചെയ്യാം. ബംഗ്ലാവിലേക്ക് മടങ്ങുന്ന വഴി സബ് ഇൻസ്പെക്ടറെ നേരിട്ട് ചെന്നുകൊണ്ട് വിവരം പറയാം. ഭവാനിയും കൂടെ അയക്കുകയും ചെയ്യാം. വേണ്ട, നാളെ രാവിലെ എന്റെ തുണികളും മറ്റും ഇങ്ങോട്ട് എത്തിച്ചാൽ മതി. ഏതായാലും സാറ് ഇവിടെ ഉണ്ടായത് വലിയ ഉപകാരമായി. ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളണം. അങ്ങനെ അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിൽ ബാക്കി പറയണമെന്നില്ല. അപ്പുനാരെ എന്തായാലും എന്തായാലും അപ്പോ എന്തായാലും
എന്റെ പൊന്നു സാറേ, 2 തടിമാടന്മാർ വന്നിട്ട് ഞങ്ങൾ 2 പേരെ ഇവിടെ കെട്ടിയിട്ട്. പോട്ടെ, സാരമില്ല. സാറുണ്ട്, ഇത് അവന്മാരേതോ അളിയന്മാരോ മറ്റോ ഞങ്ങൾ ഇവിടെ കെട്ടിയിട്ടത്. ജാനമ്മേ, രമയ്ക്കൊരു മുറി ശരിയായി കൊടുക്കും. അവർക്കൂടെ റൂമില്ല, ഇവിടെ റൂമില്ലാന്ന്. നിങ്ങളൊന്ന് ചുമ്മാ നീ പോടി അവിടുന്ന്. വാ നമുക്ക് വാ. അയ്യോ എടി ഞാനെന്നാ ഞാൻ പറയുന്നത് കേട്ടോ, നീ അതിന്റെ കൂടെ തനിച്ച് പോകണ്ട. നാളെ എന്റെ മുടി നഖം മാത്രമേ കാണുള്ളൂ, നോക്കിയോ. അപ്പോ മരണം ഒരിക്കലേ ഉള്ളൂ, അതും പേടിച്ച് ഇങ്ങനെ ജീവിക്കാൻ പറ്റും? ഛേ, മരണത്തിൽ പേടി ഉണ്ടായിട്ടല്ലേ സാറേ. ആദ്യത്തെ മരണം അത് അന്തസ്സായിട്ട് സുഖത്തോടു കൂടി മരിച്ചു. എന്തിനാ കഷ്ടപ്പെട്ട് മരിക്കുന്നത്? ആരാത്? ആരാന്ന് വെച്ചാൽ ആരാ ഈ ടിവിയിൽ ചുറ്റിപ്പറ്റി നടക്കുന്നത്? ഇതൊക്കെ എന്റെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് കേട്ടോ. ആ സാറേ, ഞാൻ സാറേ 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 ആരാത്? സാറേ, മണ്ണിൽ വിടർന്നു പുഷ്പങ്ങളായി ഞാൻ. അപ്പൂ അപ്പൂ, എന്തത്? അപ്പുവാണോ? ഒന്ന് ചുമ്മാ എഴുതിയപ്പൂ, നീ ഇന്നലെയും എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാ. അങ്ങനെയൊന്നും പേടിക്കുന്നവനല്ല ഈ ദിനകരൻ. ഞാൻ അപ്പു അല്ല. പിന്നെ നിന്റെ ശബ്ദം കേട്ടാ എനിക്ക് അറിഞ്ഞുകൂടെ? അപ്പൂ, വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല. എന്റെ പേര് രമേന്നാ. രമ്യോ? ഓ, ഇനിയിപ്പോ യക്ഷിയാണെന്ന് പറയാനായിരിക്കും ഭാവം. യക്ഷി മഹാത്മ്യം എഴുതിയെന്ന് കരുതി യക്ഷിയെ പേടിക്കണമെന്നൊന്നുമില്ല. അപ്പൂ, നീ നിന്റെ യഥാർത്ഥ രൂപത്തിൽ വാ. എടോ കവി, എടോ ദിനകരവി, എങ്ങോട്ടായി പോകുന്നത്? എന്താ കാര്യം? ഈ അപ്പുവേ എന്നെ പേടിപ്പിക്കാൻ നോക്കുക. നിനക്കറിയില്ലേ ഞാൻ പേടിക്കില്ലാന്ന്. എടോ, അത് അപ്പു അല്ലടോ, നീലമല എസ്റ്റേറ്റിലെ ഭാസ്കര മേനോന്റെ അനിയത്തിയ രമ. പുതിയ താമസക്കാരിയാണോ? നമസ്തേ രമേ, ഇതെന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. പേര് ദിഗ്വിജയം ദിനകരൻ. കവിത എഴുത്താണ് ജോലി. എന്റെ പുതിയ കണ്ടകാവ്യം ഇന്നലെ എഴുതി തീർന്നേ ഉള്ളൂ. പേര് യക്ഷി മഹാത്മ്യം. ഞാനത് ചൊല്ലി കൽപ്പിക്കാം. എന്റെ പൊന്നു ദിനകര, നിന്റെ ഈ കവിതാപാരായണം ഉണ്ടെന്ന് അറിഞ്ഞാൽ എന്നെ വിളിച്ചോണ്ട് വരൂലായിരുന്നു. എങ്കിൽ ഞാൻ എന്റെ ആരാധകനായ അപ്പുവിനെ സമീപിക്കാം. ആരാ? സാറേ, സാറേ, ഞാനാണ് വാച്ച്മാൻ. സാറേ, കഥ ഓർക്കൂ. യക്ഷിപ്പാറയുടെ അടുത്ത് ശവം കിടക്കുന്നു. ദിനേശൻ സാറെ യക്ഷി പിടിച്ചു കൊന്നു. ആ കാരണം കൊണ്ട് തന്നെ അവൻ കൊല്ലപ്പെട്ടു. കവിസാറിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞ യക്ഷിപ്പാറിന്റെ അടുത്തേക്ക് പോകണ്ട പോകണ്ടെന്ന്. ഇത് സംശയിക്കാനൊന്നുമില്ല സാറേ, യക്ഷി ഒന്നുമില്ല. പൈലിമൂപ്പന്റെ മരണം ഒരു അപകടമായിട്ടേ എനിക്ക് തോന്നിയുള്ളൂ. പക്ഷെ ഇത് എന്നോടുള്ള വിരോധം കൊണ്ട് ആരോ ചെയ്തതാണ്. ഇതിനെല്ലാം കാരണം ഞാനാണ്. രമ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ഞാനിവിടെ വന്നതുകൊണ്ടല്ലേ ഇതൊക്കെ സംഭവിച്ചത്. കരയുന്നു?
രമ ഒരു മണ്ടി പെണ്ണ് തന്നെ. നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ആത്മധൈര്യമുണ്ടെങ്കിൽ. പോട്ടെ. ഈ വട്ടൊന്ന് പിടിക്കാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ വാച്ചറുദ്യം കളയായിരുന്നു. എങ്ങോട്ടെങ്കിലും പോകാലോ, ഇങ്ങനെ പേടിച്ചു കഴിയേണ്ട ആവശ്യമില്ലല്ലോ. ഏതായാലും സാറ് വരുമ്പോഴേക്ക് ഈ ആഗ്രഹം സാധിപ്പിച്ചു കളയാ. ഇവിടെ വാ, നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. കയറടി കയറടി. അയ്യോ എന്താ ഇത്? എടി സൈഡ് കയറി, അവിടെ പിടിക്കല്ലേ. നീ എവിടെയാണ് കയറുന്നത്? ആനപ്പുറത്തോ? ആദ്യത്തെ കയറ്റ വലുതാലും വെച്ച് കയറുന്നു. വിടാൻ ഗിയർ ബോക്സ് മാറ്റട്ടെ. നാളെ നമ്മുടെ ഇനി നമുക്ക് വേറെ പാട്ട് പാടേ. രാജാവിൻ പാർവയിൽ കാണിയും പക്കം സ്വർഗം നമുക്ക് ഇങ്ങനെ പോകാം. ഇങ്ങനെ മതി. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമോ? അയ്യോ അയ്യോ, വേഗം ഇറങ്ങുന്നേ. ഇങ്ങോട്ട് ഇങ്ങോട്ട് വരൂ. ഉച്ചക്ക് ഞങ്ങൾക്ക് ഊണ് വേണ്ട കേട്ടോ. ഞങ്ങളൊരു ആഗ്രഹം കൊണ്ട് കയറിപ്പോയതാ. മണ്ണ് എന്നാ വരട്ടെ. നമുക്ക് പറ്റിയൊരു അവസ്ഥയെ. എന്റെ കൊട്ടാരം എങ്ങനെയുണ്ട്? ഞാനിവിടെ നേരത്തെ വന്നിട്ടുള്ളതാ. ഈ സ്ഥലം ഞങ്ങളുടേതായിരുന്നു. അതറിയാം. അച്ഛനോടൊപ്പം വരുമ്പോ ഞങ്ങൾ അറ്റത്തെ മുറിയിലാണ് വിശ്രമിക്കുക. വേണമെങ്കിൽ ഇപ്പോഴും വിശ്രമിച്ചോളൂ. വേണ്ട, അന്ന് തോട്ടത്തിലൊക്കെ ഞാൻ ഓടിക്കളിക്കുമായിരുന്നു. വേണമെങ്കിൽ ഇപ്പോഴും ഓടിക്കളിക്കാം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛനും അമ്മയും ഞാനും ഉണ്ട്. വേറെ ആരുമില്ലേ? ഒരാൾ കൂടി വരാനുണ്ട്. അച്ഛനും അമ്മയും തിരക്കിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ചാമിമുപ്പ, എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായില്ലല്ലോ. ഞാൻ നീലമല എസ്റ്റേറ്റിലെ കൃഷ്ണമേനോന്റെ മകൾ രമയാണ്. ആ തമ്പ്രാട്ടിയോ? സുഖാണോ? വലിയതമ്പ്രാൻ പോയി, എല്ലാം പോയി. ഇതാര് പുറകോടത്ത് തമ്പ്രാന്? തമ്പ്രാട്ടിയുടെ പുടവ കൊടുക്കൽ മൂപ്പനറിയാതെ നടക്കുമോ? ഇതിരിക്കട്ടെ. വരട്ടെ മൂപ്പ. രമ ബോർഡിങ്ങിൽ ചേർന്ന് പഠിക്കാൻ എന്താ കാരണം? അച്ഛൻ മരിച്ച 1 വർഷം കഴിഞ്ഞപ്പോ ചേട്ടൻ എന്നെ ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. പിന്നീട് ഒരിക്കലും രമ ഈ ഭാഗത്ത് വന്നിട്ടില്ല? ഇല്ല. വെക്കേഷന് വീട്ടിൽ വന്നാൽ പോലും ഇങ്ങോട്ട് വരാൻ ചേട്ടൻ എന്നെ അനുവദിക്കാറില്ല. ഇവിടെ വരാൻ ആളുകൾക്ക് പേടിയാണ്. പണ്ട് വീട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് ഞാനിവിടെ വരുമായിരുന്നു. അന്ന് വലിയ ധൈര്യമായിരുന്നു അല്ലേ? ധൈര്യം ഇപ്പോഴും ഉണ്ട്. കാണണോ? വേണ്ട രമേ, കാല് വഴുതി വീഴും. പതുക്കെ 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 രമേ, പതുക്കെ രമേ, പതുക്കെ. I'm sorry. It's all right.
സാറേ അപ്പു. താനെന്താ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്കിയതാണ്? അയ്യോ സാറേ, സാറിനെ പേടിപ്പിക്കാനല്ല. അവന്മാരുണ്ടല്ലോ പ്രേതങ്ങള്, അവന്മാർ ഈ വേഷം കണ്ട അവന്മാരെ കൂടുതൽ ആളാന്ന് വിചാരിച്ച് സലാം വെച്ച് ഒഴിഞ്ഞു പോയിക്കോളൂ. അതിനെ ചെറിയൊരു ബുദ്ധി ഉപയോഗിച്ചു. ഇവനെ പോലൊരു മണ്ടൻ. രമോരു ഞാൻ ബുദ്ധി ഉപയോഗിച്ച അബദ്ധമായോ? അത് ശരി, അമ്പട. എന്തൊരു ശല്യമായത്. നോക്കടി, എന്റെ നാമം നിന്റെ രക്തത്തിൽ കൊള്ളാം. നേരിട്ട് നിങ്ങളെ കാണുന്നേക്കാ നല്ലത് ഇങ്ങനെ കാണുന്നതാ. ഇപ്പൊ ഒരു ചന്തൊക്കെ ഉണ്ട്. മനസ്സിലായി, മനസ്സിലായടി. എനിക്ക് കിട്ടേണ്ടത് എനിക്ക് കിട്ടി. ഞാൻ കറുത്തിട്ടാണ്, സൗന്ദര്യമില്ല, കാണാൻ കൊള്ളരുതാത്തവനാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം അല്ലേ? നീ ആദ്യം പ്രസംഗിക്കൊന്നും വേണ്ട. നിന്നെ കാണാൻ നല്ല ചന്തണ്ട്, നല്ല സൗന്ദര്യമുണ്ട്, വെളുത്തിട്ടാണ്, നല്ല കളറുണ്ട്, ഒക്കെ ഞാൻ സമ്മതിച്ചു. ഒരു കാര്യം നീ മറന്നുപോയി. എന്തെന്നാ? നിന്റെ അമ്മയെ പണ്ട് സായിപ്പിന്റെ ബംഗ്ലാവിൽ ജോലിക്കുന്നത്. പറഞ്ഞു പറഞ്ഞു അമ്മയ്ക്ക് പറഞ്ഞു തുടങ്ങിയോ? അമ്മക്ക് പറഞ്ഞ എന്ത് ചെയ്യും? ഞാനെല്ലാം പറയും. നീ തുറന്നു വിടും. നിങ്ങളുടെ പാരമ്പര്യം നല്ലോണം അറിയാം. എന്റെ പാരമ്പര്യം എനിക്ക് ഒന്നും ഞാൻ പറയട്ടെ? ഞാൻ പറയും. നീ അങ്ങനെ ഭയപ്പെടുത്തൊന്നും വേണ്ട. പണ്ടേ പക്ഷി ഗവേഷണത്തിൽ വന്നൊരു നീഗ്രോയെ നിങ്ങളുടെ വീട്ടിലല്ലേ താമസിച്ചത്? ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്കെന്താ വേണ്ടത്? എന്റെ അമ്മ സായിപ്പിന്റെ ബംഗ്ലാവിൽ ജോലി ചെയ്തേനെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിനക്കെന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കൊന്നും വേണ്ട. ജനമേ, നമ്മൾ എന്തിനാടി ഇങ്ങനെ കാര്യമില്ലാതെ ബഹളം കൂടുന്നത്? അയ്യോ ജാനമ്മേ, എന്തിനാ കരയുന്നത്? പറയൂ. നിങ്ങൾക്ക് അറിയില്ലേ? അയ്യോ ഈശ്വരനാണ് സത്യം, എനിക്കറിയില്ല എന്തിനാ കരയുന്നത്. നമ്മുടെ ഈ ദുഃഖവും സന്തോഷവും കാണാൻ നമുക്കൊരു കുഞ്ഞില്ലാതെ പോയല്ലോ. നമുക്ക് എന്തിനാടി കുഞ്ഞ്? നീ എന്റെ കുഞ്ഞ്, ഞാൻ നിന്റെ കുഞ്ഞ്. കുഞ്ഞ് കുഞ്ഞേ